ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അരുവിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുറച്ച് കാഴ്ചകളാണ്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ശരിക്കും ഞങ്ങളെ വഴി തെറ്റിച്ച് വിട്ടു. വഴി തെറ്റിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് പഴയ ഒരു വഴിയാണ്, ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പഴയ ഒരു വഴിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലെന്ന് തന്നെ, കാരണം വഴി നിറയെ വേസ്റ്റുകളും മൊത്തം കാടി പിടിച്ചിരിക്കുന്നൊരവസ്ഥയുണ്ട്. രണ്ട് പാറകൾക്കിടയിലൂടെ ഉള്ളൊരു വഴിയാണിത്. ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. പക്ഷെ അതിൽ അധികം ആരും ഇപ്പോൾ വരാറില്ല. ഇത് വഴിയാണ് എല്ലാവരും, മെയിൻ റോഡ് വഴിയാണ് എല്ലാവരും വരുന്നത്. അതിനകത്തൂടി വരുന്നത് ഒരു പ്രത്യേക ഒരു ഫീലാണ്. കുറേ ദൂരം, ഒരു 5 മിനിറ്റോളം യാത്രയുണ്ട് അതിനകത്തൂടി നടന്ന് വരാനായിട്ട്. ഇതുവഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൈക്കിലോ ബസ്സിലോ കാറിലോ ഒക്കെ നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിൽ വരെ വരാൻ പറ്റുന്ന തരത്തിലുള്ള വഴി പ്രത്യേകിച്ചുണ്ട്. അരുവിക്കര ഡാമിനടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രകൃതി രമണീയം എന്ന് തന്നെ പറയാം. അത്ര മനോഹരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. പുഴയും ഡാമും പുഴക്കരയിലൊരു ക്ഷേത്രം. ദേവിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി തൊഴുതിയതിന് ശേഷം വരാം. ക്ഷേത്രത്തിനുള്ളിൽ ഫോൺ അലൗഡ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഫോൺ ക്യാമറയൊന്നും ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ നിന്നിട്ടില്ല. പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ ഞാനിവിടെ കാണിക്കുന്നു. വേനലിൻ്റെ കാഠിന്യം എത്രമാത്രമാണെന്ന് നമുക്ക് ഇവിടെ വന്നാൽ കറക്റ്റ് അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ വെള്ളമൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത്രമാത്രം വറ്റിപ്പോയി കേട്ടോ. ഈ പുഴയൊക്കെ ഒരു സൈഡിലൂടെ മാത്രം കുറച്ച് വെള്ളം പോകുന്നുണ്ടെന്ന് മാത്രം. ഇതാണ് പുഴയിൽ നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ വളരെയധികം നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു റിലാക്സേഷനും ഒരു പോസിറ്റീവ് ഫീലും തരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഈ ക്ഷേത്രം. പുറത്തുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ക്ഷേത്രത്തിലേക്കൊന്ന് വരണം കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നമുക്ക് വളരെ ഒരു പോസിറ്റീവ് ഫീൽ തരുന്നൊരു ക്ഷേത്രമാണ്. ഒരു പ്രധാന വഴിപാടാണ് പച്ചമഞ്ഞൾ, കുരുമുളക്, ഉപ്പൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ദേവിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇതെല്ലാം മാറി കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഇവിടെ വളരെയധികമായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അത് മാറിയ അനുഭവമുണ്ട്. നമ്മൾ തൊഴുതിന് ശേഷം പുറത്തിറങ്ങി തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, കുട്ടികൾക്കായിട്ടുള്ള പാർക്കുണ്ട്. ഡാമിൻ്റെ തൊട്ടടുത്താണ് ഈ പാർക്കുള്ളത്. ഇന്ന് നമ്മൾ വന്ന ദിവസം ഇവിടെ ഏതോ സ്കൂളിൽ നിന്ന് കുട്ടികൾ ടൂറിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡാം വിസിറ്റ് ചെയ്യാനായിട്ട് വന്നത്. ഒരുപാട് തിരക്കായി ആ സമയത്ത്, നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. ഡാമിൻ്റെ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വേറൊരു കാര്യത്തിനാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇവിടുത്തെ ഡാമിലുള്ള മീനുകൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. അതും ഇവിടുത്തെ ഒരു ചടങ്ങാണ്. നമുക്ക് അവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് നമുക്ക് പൊരിയും അരിയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടുത്തെ മീനുകൾക്ക് ഫുഡ് കൊടുക്കാം. അത് നമുക്ക് ഇവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ്, നമുക്ക് മീനുകൾക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തായിട്ടാണ്, അവിടെ ആ ഒരു ഭാഗത്തായിട്ടാണ് മീനുകൾക്ക് ഫുഡ് കൊടുക്കാനായിട്ടുള്ള സ്ഥലം ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനുകളാണ് അവിടെ ഉള്ളത്. കുട്ടികളെ കൊണ്ട് വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഈ ഒരു കൈവരി ചെയ്തേക്കുന്നത് അത്ര ഹൈറ്റിലല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് വരുന്നത് വളരെ ശ്രദ്ധിക്കണം. കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെയാണ് നിറയെ മീനുകളുണ്ട് കേട്ടോ. നിറയെ മീനുകളുണ്ട്, നല്ല അത്യാവശ്യം വലിപ്പമുള്ള. ഒരുപാട് പേര് മീനിന് ഫുഡ് ഇട്ട് കൊടുക്കുന്നു. നമ്മളും കൊടുത്തു. അരിയും പൊരിയുമാണ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തത്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ധാരാളം മീനുകൾ വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിറയെ മീനുകൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്.
ഡാമിൽ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പാർക്കിലോട്ടാണ് വന്നത്. അവിടെ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് റൈഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നവർക്ക് എന്തായാലും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് വരണം. എല്ലാവർക്കും ഇഷ്ടമാവും. പ്രകൃതി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ക്ഷേത്രവും പരിസരവും നമ്മുടെ അരുവിക്കര ഡാമും ഒക്കെ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.